ദൈവസ്നേഹത്തിൽ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നാം യേശുവിന് മുന്നിൽ ഏത് അസാധ്യകാര്യവും അത്ഭുതകരമായി സാധിച്ചു കിട്ടാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മെ സ്നേഹിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ തിരുമുൻപിലേക്ക് ഈ സമയം നമുക്ക് ഹൃദയം തുറന്ന് അടുത്തിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഭാരങ്ങളും നിരാശകളും രോഗങ്ങളും കർത്താവിൻ്റെ തിരുപാദങ്ങളിൽ സമർപ്പിക്കാം. അവിടുത്തെ വചനം നമ്മോട് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ നിമിഷം ഞങ്ങളെ നിറയ്ക്കണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അങ്ങയുടെ അത്ഭുതകരമായ വചനത്തിലും ശക്തിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ നിയോഗങ്ങൾ എന്തൊക്കെയാണെങ്കിലും കുടുംബസമാധാനം, സാമ്പത്തിക പ്രതിസന്ധി, മക്കളുടെ ഭാവി, രോഗസൗഖ്യം, തകർന്ന ബന്ധങ്ങൾ, ഇവയെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ വെച്ചു തരുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കനിയണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഈശോയെ, അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് വിളിച്ച് അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങി വരുമ്പോൾ സമസ്ത ബന്ധനങ്ങളും അഴിയപ്പെടും. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ അഗ്നിജാലകളാൽ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും കഴുകണമേ. കർത്താവേ, ഞങ്ങളിൽ ഉണർവേകണമേ. വചനം പ്രഘോഷിക്കപ്പെടുമ്പോഴും പ്രാർത്ഥിക്കപ്പെടുമ്പോഴും അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥന ഏറ്റുചൊല്ലാം. വരുവിൻ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദിവ്യപ്രകാശത്താൽ ഞങ്ങളുടെ അന്തരംഗങ്ങളെ പ്രകാശിപ്പിക്കണമേ. വരുവിൻ ആശ്വാസദായകനായ ആത്മാവേ, ഞങ്ങളുടെ കണ്ണുനീരും ഭാരങ്ങളും മാറ്റണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അങ്ങയുടെ മായാത്ത അഭിഷേകം ഒഴുകട്ടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും അഭിഷേകം ചെയ്യണമേ. ആമേൻ. ദൈവവചനം ജീവനും ശക്തിയുമുള്ളതാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്നും സത്യവുമാണ്. ലൂക്ക 1:37 വചനം പറയുന്നു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏതടഞ്ഞ വാതിലിന് മുന്നിലും ഇന്ന് ദൈവം ഒരു പുതിയ വഴി തുറക്കും. നമുക്ക് വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കാം. രോഗസൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരായി തീർന്നു. ഭയവും ആശങ്കയും മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. സങ്കടങ്ങളിൽ ആശ്വാസത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സങ്കടം സന്തോഷമായി മാറും. ഈ കേട്ട തിരുവചനങ്ങളെല്ലാം നമ്മുടെ രോഗസൗഖ്യത്തിനും ഭയവും ആശങ്കയും മാറാനും സങ്കടത്തിലെ ആശ്വാസത്തിനു വേണ്ടിയുമാണ്. നിങ്ങൾ ഹൃദയം കർത്താവിലേക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ വിഷമതകൾക്കും ദൈവം ഉത്തരമരുളും. കർത്താവേ, അങ്ങയുടെ തിരുവാക്കുകളിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അവിശ്വാസം മാറ്റി എന്നെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ അസാധ്യങ്ങളെയും മാറ്റി അത്ഭുതം പ്രവർത്തിക്കണമേ. ഈ നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഏറ്റവും വലിയ പ്രയാസമായിരിക്കുന്ന പ്രത്യേക നിയോഗം നിങ്ങൾ മനസ്സിലോർക്കുക. അത് മനസ്സിൽ വഹിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. തകർച്ചയുടെ വക്കിലെത്തിയ കുടുംബ ബന്ധങ്ങൾ, ഐക്യമില്ലായ്മ, വഴക്കുകൾ എന്നിവയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ശാന്തമാകട്ടെ. വഴിതെറ്റിപ്പോകുന്ന മക്കളെയും പഠനത്തിൽ ശ്രദ്ധയില്ലാത്തവരെയും ഭാവി ഓർത്ത് ആശങ്കപ്പെടുന്നവരെയും ഇവരെല്ലാം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കരം വെച്ച് ഇവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. സാമ്പത്തിക ബാധ്യതയും കടക്കണിയും ബിസിനസ്സിലെ തകർച്ചകളും ഇതെല്ലാമായി നെടുവേർപ്പെട്ട് ജീവിക്കുന്നവരെ ഞങ്ങൾ അവരുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അവിടുന്ന് ഇവരിൽ അത്ഭുതം ചൊരിയണമേ. അവിടുന്ന് സമൃദ്ധിയുടെയും വഴിതുറക്കലിൻ്റെയും വാതിലുകൾ ഇവർക്കായി തുറന്നു നൽകണമേ. എൻ്റെ ദൈവമേ, അങ്ങയിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. എൻ്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി അവിടുത്തെ മഹത്വം വെളിപ്പെടട്ടെ. ഈശോയെ നന്ദി,
ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇപ്പോൾ നാം ദൈവത്തിൻ്റെ സൗഖ്യദായകമായ സാന്നിധ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും തളർത്തുന്ന സകല രോഗങ്ങളെയും അസ്വസ്ഥതകളെയും കർത്താവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കാം. ഈശോയെ, അങ്ങയുടെ തിരുമുറുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ. പ്രമേഹം, പ്രഷർ, ഹൃദ്രോഗം എന്നിവയാൽ ബുദ്ധിമുട്ടുന്നവരുടെ മേൽ അവിടുത്തെ അത്ഭുതകരമായ സൗഖ്യം ഒഴുകട്ടെ. നടുവേദന, തലവേദന, അസ്ഥിരോഗങ്ങൾ, നാഡീവ്യൂഹ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മാനസിക സമ്മർദ്ദം, വിഷാദം, ഭയം, ഉറക്കമില്ലായ്മ എന്നിവയാൽ വലയുന്നവർക്ക് കർത്താവേ ആന്തരിക സൗഖ്യവും സമാധാനവും നൽകണമേ. എല്ലാവരും കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ തിരുരക്തത്താൽ ഞാൻ സൗഖ്യമുള്ളവനാകുന്നു. അവിടുത്തെ സ്പർശനത്താൽ എൻ്റെ രോഗങ്ങൾ മാറിപ്പോകുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന, ജീവിതത്തിൽ പുരോഗതി ഇല്ലാതാക്കുന്ന സകല ശത്രുബന്ധനങ്ങളെയും തടസ്സങ്ങളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നമുക്ക് പ്രാർത്ഥിച്ച് മാറ്റിയെടുക്കാം. എസെക്കിയേൽ പ്രവാചകൻ 37 പറയുന്നത് പോലെ, ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ നൽകിയ അതേ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മുടെ തകർന്ന അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവാഹ തടസ്സങ്ങൾ, അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കാതെ വിഷമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സകല തടസ്സങ്ങളും നീക്കി അവർക്കൊരു വഴി തുറക്കണമേ. തൊഴിലില്ലാതെ വിഷമിക്കുന്നവർക്കും തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നേരിടുന്നവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ദമ്പതികൾക്ക് അവിടുന്ന് മക്കളെ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിലെ സകല അടഞ്ഞ വഴികളും അവിടുന്ന് തുറന്നു നൽകണമേ. എനിക്കെതിരെയുള്ള സകല തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. നമ്മുടെ കുടുംബങ്ങളെ ദൈവീക സംരക്ഷണത്തിൻ്റെ കോട്ടയ്ക്കുള്ളിലാക്കാം. കുടുംബങ്ങളിൽ സമാധാനക്കേടുണ്ടാക്കുന്ന, ഭിന്നത വിതയ്ക്കുന്ന സകല തിന്മയുടെ ശക്തികളെയും യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് മായ്ച്ചു കളയാം. കർത്താവേ, ഞങ്ങളുടെ വീടുകളെ തിരുരക്തത്താൽ വേലികെട്ടി സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും സ്നേഹവും സമൃദ്ധിയും നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകട്ടെ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഭിന്നതകൾ മാറി ഐക്യമുണ്ടാകട്ടെ. നമ്മുടെ വീടുകളിൽ നിന്ന് പട്ടിണിയും കടബാധ്യതയും അസ്വസ്ഥതകളും മാറി ദൈവിക സമൃദ്ധി നിറയട്ടെ. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ കർത്താവിൽ ആശ്രയിക്കും, കർത്താവിനെ ശുശ്രൂഷിക്കും. അവിടുന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനാണ്. ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പൂർവികരിൽ നിന്നോ മുൻ തലമുറകളിൽ നിന്നോ പാരമ്പര്യമായി നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ള സകല വീഴ്ചകളും ശാപബന്ധനങ്ങളും ദുശീലങ്ങളും ഈ സമയം കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കാം. യേശുവേ, അവിടുന്ന് കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ ഞങ്ങളുടെ പൂർവിക പാപങ്ങളുടെ സകല അനന്തരഫലങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. സങ്കീർത്തനം 107:14 തിരുവചനം പറയുന്നത് പോലെ, അവിടുന്ന് ഇരുട്ടിൽ നിന്നും മരണനിഴലിൽ നിന്നും ഞങ്ങളെ പുറത്തു കൊണ്ടുവരികയും ഞങ്ങളുടെ ബന്ധനങ്ങൾ തകർക്കുകയും ചെയ്യും. സാമ്പത്തികമായ തകർച്ചകൾ, അകാല മരണങ്ങൾ, ഭയങ്ങൾ എന്നിവയെല്ലാം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. മദ്യപാനവും മയക്കുമരുന്നും തെറ്റായ ചിന്തകളും ദുശീലങ്ങളും ഇവയെല്ലാം അടിമത്തത്തിൽ കഴിയുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ബന്ധനമുക്തരാക്കണമേ. സകല തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങൾ തലമുറകളെ വിടുവിക്കണമേ. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഇനി ഞങ്ങൾ അടിമത്തത്തിൻ്റെ നുകത്തിന് കീഴിലാകുകയില്ല. യേശുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങൾ പൂർണ്ണമായി വിടുവിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഇപ്പോൾ നമ്മുടെ ഹൃദയം നിറയെ ദൈവത്തോട് നന്ദി പറയാം. നാം ചോദിച്ചതിലും ആഗ്രഹിച്ചതിലും ഉപരിയായി അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടിരിക്കുന്നു. അസാധ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കാൻ അവിടുന്ന് വഴി തുറന്നിരിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ പ്രാർത്ഥനാ വേളയിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആശ്വാസത്തിനും ആന്തരിക സൗഖ്യത്തിനും കുടുംബങ്ങളിൽ നിറച്ച സമാധാനത്തിനും ഞങ്ങൾ കോടി നന്ദി അർപ്പിക്കുന്നു. ഈ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. സാമ്പത്തിക വാതിലുകൾ തുറക്കപ്പെടുന്നതിനായി, മക്കളുടെ ഉന്നതിക്കായി, രോഗസൗഖ്യത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അങ്ങേക്ക് നന്ദി. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾക്കായി സ്തോത്രം. അങ്ങ് ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല. നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് ദൈവാനുഗ്രഹത്തിനായി നമുക്ക് മാറ്റിവെക്കാം. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളും. സർവശക്തനായ ദൈവമേ,
ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന ഓരോ മക്കളെയും അവിടുന്ന് പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. അവരുടെ ഭവനങ്ങളെയും അവിടുത്തെ ദിവ്യ സാന്നിധ്യത്താൽ അനുഗ്രഹം നിറയ്ക്കണമേ. വഴി നടത്തുന്ന മേഘത്തണലായും രാത്രിയിൽ കാത്തു സൂക്ഷിക്കുന്ന അഗ്നിത്തൂണായും അവിടുന്ന് ഇവരുടെ കൂടെ ഉണ്ടാകണമേ. ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അവിടുത്തെ മാലാഖമാരെ അയച്ച് ഇവരെ സംരക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും സമാധാനവും സംരക്ഷണവും ഇന്നും എന്നേക്കും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ.